നമസ്കാരം. ഞാൻ കുറേ നാളുകളായി നമ്മുടെ അമ്മ പെങ്ങന്മാരെ പറ്റിയും നമ്മുടെ ഭാര്യമാരെ പറ്റിയും ചിന്തിക്കുന്നു. അതിന് കാരണം നാം അമ്മയെ സ്നേഹിക്കുമ്പോഴും പെങ്ങളെ സ്നേഹിക്കുമ്പോഴും ഭാര്യയെ സ്നേഹിക്കുമ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. അവർ നമുക്ക് തുല്യരല്ല. അവർ നമ്മളിൽ നിന്നും വളരെ താഴെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ആജ്ഞാനുവർത്തികളാണ്. നമ്മൾ പറയുന്നത് കേട്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മ പോലും ജീവിക്കുന്നത്. നമ്മളെ പെറ്റു വളർത്തി നമ്മളെ വലുതാക്കിയ അമ്മ പോലും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഭാര്യയും അങ്ങനെ തന്നെ, പെങ്ങളും അങ്ങനെ തന്നെ. ഇവരെ ഈ രീതിയിലേക്ക് തരം താഴ്ത്തിയത്, നമ്മളിൽ നിന്നും തുല്യത തരാതെ നമ്മളിൽ നിന്നും തരം താഴ്ത്തിയത് ആരാണെന്നാണ് ഞാൻ കുറെ ദിവസങ്ങളായി ചിന്തിച്ചത്. അതിൻ്റെ ഉത്തരം നേരത്തെ എനിക്കറിയാമായിരുന്നുവെങ്കിലും ഒന്നുകൂടി എനിക്ക് അതിൻ്റെ വ്യക്തമായ ഉത്തരം കിട്ടിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മ, സമൂഹത്തിൽ അമ്മയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരി, അവൾക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഭാര്യ, അവൾക്കെന്താണ് വീട്ടിൽ സ്ഥാനമുള്ളത്? ഈ 3 പേർക്കും ഒരു സ്ഥാനവുമില്ല. ഇവർ ഭർത്താവിനെയോ സഹോദരനെയോ അച്ഛനെയോ ഒക്കെ കീഴ്പ്പെട്ട് അവർ പറയുന്നത് കേട്ട് ജീവിക്കുകയാണ്. അവരെ ഈ രീതിയിലേക്ക് തരം താഴ്ത്തിയത് നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന മതങ്ങൾ തന്നെയാണ്. ഈ മതങ്ങളാണ് ഇവരെ തരം താഴ്ത്തി 3ാം കിടക്കാരാക്കിയത്. അതേപ്പറ്റി വളരെ ലഘുവായിട്ട് ഒന്ന് ചിന്തിക്കാം. ആദ്യം ക്രിസ്തു മതത്തെപ്പറ്റി ഞാൻ പറയാം. ബൈബിൾ എഴുതിയിട്ടുണ്ട്, സ്ത്രീയുടെ തലയാണ് പുരുഷൻ. അതായത് സ്ത്രീ പുരുഷൻ പറയുന്നത് കേട്ട് അനുസരിച്ച് പക്വതയോടെ ആജ്ഞാനുവർത്തി അയാളുടെ ആജ്ഞകൾ കേട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. മറ്റൊന്ന് ബൈബിൾ പറയുന്നത്, ദേവാലയത്തിൽ സ്ത്രീ തലയിൽ വസ്ത്രമണിഞ്ഞണം. അതായത് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ ദേവാലയത്തിൽ ഇരിക്കാവൂ എന്നും, മുടി മുറിച്ച സ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മുടി മുറിച്ചവളാണെങ്കിലും ക്രിസ്തീയ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ ഇവരെ ഒന്ന് നോക്കിയിട്ട് പറയും, എല്ലാവരും ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കണമെന്ന്. സ്ത്രീക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമമാണത്. പണ്ടൊരു പക്ഷേ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള കാരണം, അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഈ മുടി മാടി ഒതുക്കി ഇന്നത്തെ രീതിയിലൊന്നും കെട്ടിവെക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നിരിക്കില്ല. അതിനുവേണ്ടി പറഞ്ഞതായിരിക്കാം. അതുകൊണ്ടാണല്ലോ മുടി മുറിച്ചവൾ ശിരോവസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ മുടി വളരെ ഭംഗിയായി ഒതുക്കിക്കെട്ടി വെക്കുവാനുള്ള സംവിധാനം ഉണ്ടായിട്ടും പുരോഹിതന്മാർ പറയുന്നു, സ്ത്രീ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കണം. അവളെ അവിടെ യഥാർത്ഥത്തിൽ മതങ്ങൾ താഴ്ത്തിക്കെട്ടുകയല്ലേ. പുരുഷൻ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. മറ്റൊരു കാര്യം കൂടി ബൈബിൾ പറയുന്നുണ്ട്, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണം, വായടങ്ങിയിരിക്കണം. അതിന് പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. യഹൂദ മതത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് ദേവാലയത്തിൽ ഇരുന്നിരുന്നത്. അപ്പോൾ ആ ദേവാലയത്തിലെ പ്രസംഗവും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഇരുന്നു കൊണ്ട് പുരുഷന്മാരോട് വർത്തമാനം പറയുമായിരുന്നു. വീട്ടിലെ കാര്യവും അടുക്കളയിലെ കാര്യവും, ഇന്ന് മീൻ മേടിച്ച കാര്യവും, ചെറുക്കൻ അതിലേ പോയെന്നും പെണ്ണ് ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമായിരുന്നു. അതിനെ നിർത്തൽ ചെയ്യാൻ വേണ്ടിയാണ് അന്ന് പറഞ്ഞത് സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ സഭകൾ അത് മുതലെടുത്തിരിക്കുകയാണ്. സ്ത്രീയോട് പറഞ്ഞിരിക്കുകയാണ്, നീ മിണ്ടാതെ അവിടെ ഇരുന്നു, ഞങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും, അത് അനുസരിക്കുക, അത് കേൾക്കുക.
ഇത് സ്ത്രീയെ രണ്ടാം തരമാക്കുന്നതല്ലേ? ഇനിയും ക്രിസ്തുമതം തന്നെയല്ല, വേറെ മതത്തെപ്പറ്റിയും പറയാം. ഹൈന്ദവ മതത്തിൽ സ്ത്രീ, നമ്മുടെ കേരളം ഒഴികെ ഹൈന്ദവ മതത്തിൽ സ്ത്രീകൾ തലയിൽ തുണിയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ അന്യപുരുഷനെ മുഖം പോലും സ്ത്രീകൾ കാണിക്കുകയില്ല. സാരിത്തലപ്പ് വലിച്ചിട്ട് സാരിയുടെ മറവിൽ കൂടെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം അത്രമേൽ അവളെ അടിച്ചു താഴ്ത്തിയിരിക്കുകയാണ്. ഒരു പുരുഷനെയും നിന്റെ മുഖം കാണിക്കണ്ട, നീ മുഖമില്ലാത്തവളായി നീ ജീവിച്ചാൽ മതി. അതും സ്ത്രീയെ രണ്ടാം തരക്കാരിയായി കാണുന്നത് കൊണ്ടല്ലേ. പുരുഷൻ എന്തും ചെയ്യാം, എന്തും കാണിക്കാം. അതായത് വടക്കേ ഇന്ത്യയിൽ സ്ത്രീക്ക് ഭർത്താവിന്റെ ജ്യേഷ്ഠനോടോ ഭർത്താവിന്റെ അച്ഛനോടോ പോയി നേരെ നിന്നൊരു കാര്യം പറയുവാനോ അവിടെ അടുത്ത് മുഖം കാണിക്കുവാനോ അവകാശമില്ല. അവൾ പാതി മറഞ്ഞ് തലയും മുഖവും മൂടി സാരിത്തലപ്പ് കൊണ്ട് മറച്ചാണ് നിൽക്കുന്നത്. ഇതും സ്ത്രീയെ വേറിട്ട് കാണുകയും. അടുത്തത് ഇസ്ലാം മതവും അതുതന്നെയാണ്. അവരാണെങ്കിൽ സ്ത്രീകൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ പോലും അവകാശം നൽകുന്നില്ല. അവൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അവളും ഇതുപോലെ ശിരോവസ്ത്രം അണിഞ്ഞു വേണം എപ്പോഴും നടക്കാൻ. പുരുഷന് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഇത് ഈ മതങ്ങൾ സ്ഥാപിച്ച കാലത്തെ ഈ പുരുഷന്മാർ കണ്ടുപിടിച്ച ചില പൊടിക്കൈകളാണ്. സ്ത്രീ എന്നും അടങ്ങി നിൽക്കണം, സ്ത്രീ ഒതുങ്ങി നിൽക്കണം, അവൾ പ്രസവിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണെന്നുള്ള അന്നത്തെ പുരുഷന്മാരുടെ കാഴ്ചപ്പാടാണ് പരിഷ്കൃത സമൂഹത്തിലും നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. പക്ഷെ ഒരു മതമേധാവികളും അതിനെ അംഗീകരിക്കുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ സ്ത്രീകൾക്ക് കണ്ണ് അവക്ക് വഴി നടക്കേണ്ടതായതുകൊണ്ട് അവളുടെ കണ്ണ് മാത്രം അവക്ക് പുറത്ത് കാണിക്കാം, മറ്റ് ശരീരഭാഗങ്ങളൊന്നും കാണിക്കുവാൻ പാടില്ല. ഈ വിവേചനം മതങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ലേ? ക്രിസ്തുമതവും ഹിന്ദുമതവും ഇസ്ലാം മതവും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ കർക്കശമായി തുല്യത പാലിക്കുകയല്ലേ? ഇതിന് മാറ്റം വരുത്തുവാൻ മത നേതാക്കൾ മുൻകൈ എടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ പരിഷ്കൃത സമൂഹം ഇതിനെതിരെ ഉണരണം. ഞാൻ ഈ പറഞ്ഞത് കുറെ നാളുകളായി ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.